Hey guys, welcome back to my channel. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് വാവയ്ക്ക് പല്ല് വന്നപ്പോൾ ചെയ്ത ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. സോ വെൽക്കം ബാക്ക്. അപ്പോൾ ആദ്യം തന്നെ പച്ചരി പൊടിച്ചെടുത്തിട്ടുണ്ട്, പച്ചരി പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നമ്മുടെ കരിപ്പട്ടീനെ ഉരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുകയാണ്. അപ്പോൾ നമ്മൾ കരിപ്പട്ടിക്ക് കറക്റ്റായിട്ടുള്ള വെള്ളം വെച്ചിട്ട് നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. സോ നമ്മളത് മെൽറ്റാക്കി എടുത്തു. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിനെ ഒന്ന് നല്ലപോലെ അരച്ചെടുക്കണം, കാരണം അഴുക്കുകളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ നല്ലപോലെ അരച്ച് നല്ല സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ മാവ്, അതായത് പച്ചരിയുടെ മാവിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. നമ്മൾ കൈ നല്ല വൃത്തിയാക്കി കഴുകിയതിന് ശേഷം മിക്സ് ചെയ്താൽ കുറച്ചുകൂടി നല്ലൊരു ടെക്സ്ചറിൽ കിട്ടും. അപ്പം മാക്സിമം കൈകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്. അതിനുശേഷം നമ്മൾ കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്തിട്ടുണ്ടായിരുന്നു. പഞ്ചസാര ഏലക്ക കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് പൊടിച്ചിട്ടതാണ്. അതുകൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ, തരിയൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് തേങ്ങ കൊത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഉണ്ണിയപ്പ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അതിന് ശേഷം അതിലോട്ട് ഓരോന്നായിട്ട് ചുട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ ഉണ്ണിയപ്പം ഒരു സൈഡ് റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പുറത്തെ സൈഡ് കൂടി ഒന്ന് റെഡിയായി കിട്ടണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം കണ്ടില്ല, നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ.